അതിലെ ഇമ്പോർട്ട് മൊഡ്യൂൾ എങ്ങനെ ചെയ്യാം എന്നതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിനായി ആദ്യം തന്നെ UDICE ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്തതിന് ശേഷം ലോഗിൻ ഫോർ ഓൾ മൊഡ്യൂൾസ് അല്ലെങ്കിൽ നേരിട്ട് നമുക്ക് UDICE സ്റ്റുഡൻറ് മൊഡ്യൂൾ എടുക്കാവുന്നതുമാണ്. അവിടെ സ്റ്റുഡൻറ് മൊഡ്യൂൾ നമ്മൾ സെലക്ട് ചെയ്യുക. ശേഷം UDICE കോഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ദെൻ പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ക്യാപ്ച കൂടി ടൈപ്പ് ചെയ്യുക. ലോഗിൻ കൊടുക്കുക. ശേഷം സ്റ്റുഡൻറ് ആൻഡ് പ്രോഗ്രഷൻ എന്നുള്ള ഭാഗം എടുത്തതിന് ശേഷം ഇമ്പോർട്ട് മൊഡ്യൂൾ സെലക്ട് ചെയ്ത് ഇമ്പോർട്ട് വിത്തിൻ സ്റ്റേറ്റ് എന്നുള്ളതിൽ ഗോ പ്രസ് ചെയ്യുക. ഇവിടെ നമ്മൾ സ്റ്റുഡൻറ് പെൻ നമ്പറാണ് അടിച്ചു കൊടുക്കേണ്ടത്. ആ സ്റ്റുഡൻറ്റിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തുമാണ് ഇവിടെ നൽകേണ്ടത്. ഇനി സ്റ്റുഡൻറ് കുട്ടിയുടെ പെൻ നമ്പർ നമുക്ക് കിട്ടിയിട്ടില്ല, പുതിയ ഒരു കുട്ടിയാണ്, വേറെ സ്കൂളിൽ നിന്ന് വന്ന കുട്ടിയാണ്. അങ്ങനെയെങ്കിൽ ആ കുട്ടിയുടെ പെൻ നമ്പർ ലഭിക്കാൻ വേണ്ടി നമ്മൾ സെർച്ച് ബൈ പെൻ എന്നുള്ളത് കൊടുക്കുക. ഇവിടെ കുട്ടിയുടെ ആധാർ നമ്പറും ഇയർ ഓഫ് ബർത്തും അടിച്ചു കൊടുത്താൽ നമുക്ക് കുട്ടിയുടെ പെൻ നമ്പർ കിട്ടും. അത് നമ്മൾ ഒന്നില്ലെങ്കിൽ എഴുതി വെക്കാം അല്ലെങ്കിൽ കോപ്പി ചെയ്യാം. എന്നിട്ട് അതിവിടെ ടൈപ്പ് ചെയ്ത് ഗോ, ഈ ഡേറ്റ് ഓഫ് ബർത്ത് കൂടി കൊടുത്ത് ഗോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് വരും. ശേഷം ആ കുട്ടി എന്നാണ് നമ്മുടെ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത് എന്നത് നമുക്ക് നൽകണം. ഏത് ക്ലാസ്സിലാണ്, ക്ലാസ് അതിൽ ഓൾറെഡി ഉണ്ടാകും. ഇനി പ്രോഗ്രഷൻ ചെയ്തിട്ടില്ല എങ്കിൽ ആ കുട്ടി ഏത് സ്കൂളിലാണ് ഇപ്പോൾ ഉള്ളത്, അങ്ങനെയെങ്കിൽ ആ സ്കൂളിലേക്ക് വിളിച്ചിട്ട് നമ്മൾ ആ കുട്ടിയെ പ്രോഗ്രഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയണം. എന്നിട്ട് അവിടുന്ന് ആ കുട്ടിയെ ഡ്രോപ്പ് ബോക്സിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കണം. നമ്മുടെ ഏത് ഡിവിഷനിലാണ്, ഏത് സെഷനിലാണ് ആ ഒരു കുട്ടി നിൽക്കുന്നത് എന്നുകൂടി നമുക്ക് കൊടുത്ത് ഇമ്പോർട്ട് നമുക്ക് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടി നമ്മുടെ ക്ലാസ്സിലേക്ക് എത്തുന്നതാണ്. അത്രയേ ഉള്ളൂ ഇമ്പോർട്ട് മൊഡ്യൂൾ നമുക്ക് ചെയ്യാൻ. ഓക്കെ.